കല്യാണത്തിന് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്, പ്രയാസങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളില്ല, സങ്കടപ്പാടുകളില്ല. ഒരു ദിവസം ഉസ്താദേ മഗ്‌രിബിന്റെ സമയത്ത് അവൾ അയൽവക്കത്തേക്ക് പോയതാണ്. അയൽവക്കത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ വല്ലാത്തൊരു പ്രയാസത്തിലാ വന്നിട്ടുള്ളത്. അന്ന് മുതൽ ഉസ്താദേ ഇന്ന് വരെ എന്റെ പെങ്ങൾ മര്യാദയ്ക്ക് ഒരാളോട് സംസാരിക്കാറില്ല. ഉസ്താദേ എന്റെ പെങ്ങൾ ഉട്ടെടുത്ത വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രത്തിന്റെ അവസ്ഥ പോലും അവൾ നോക്കാറില്ല. പ്രയാസപ്പെട്ടിരിക്കുകയാ. ഞാൻ ആ കാറിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഇടത്തും വലത്തുമായി രണ്ട് ഉമ്മമാരിയ്ക്കുന്നുണ്ട്. അവരിങ്ങനെ ആ പെണ്ണിനെ പിടിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരു ദയനീയമായ നോട്ടം ആ കാറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ സഹോദരി എന്നിലേക്ക് നോക്കിയപ്പോ എന്റെ ഉള്ളൊന്ന് പടഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല, ഏത് വലിയ ഡോക്ടർമാരെ കാണിക്കാനും ആ കുടുംബത്തിന് കഴിയുമല്ലോ, എത്ര രൂപയുണ്ടായിട്ടും കാര്യമില്ല. പടച്ചതമ്പുരാൻ നമ്മുടെ നരമ്പുണ്ടല്ലോ, ആ നരമ്പിനൊരു തകർച്ച അല്ലാഹു അങ്ങ് നൽകിക്കഴിഞ്ഞാൽ, ഒരു നരമ്പിനൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ എത്ര പണം കൊടുത്തിട്ടും കാര്യമുണ്ടാകുന്നതല്ല. പടച്ചതമ്പുരാൻ നമ്മെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ നിന്നൊരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഒഴിഞ്ഞു പോകല്ലേ. വിശുദ്ധമായ സ്വലാത്തുണ്ടല്ലോ, ഇതൊരു വല്ലാത്ത അത്ഭുതമുള്ള സ്വലാത്താണ്. ഒരുപാട് രോഗത്തിന്റെ മരുന്നാണ്, ഒരുപാട് രോഗത്തിന്റെ മരുന്നാണ്. കാലുവേദനയുള്ള മനുഷ്യന്മാരെ, കാലുവേദനയുള്ള ഉമ്മമാരെ, നിങ്ങളുടെ വേദനയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൽ നിങ്ങൾ കയ്യങ്ങ് വെച്ചോ. എന്നിട്ട് ഈ തിബ്ബ് സ്വലാത്തുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അങ്ങ് ചൊല്ലിക്കോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാർട്ടിന് അസുഖമുള്ളവര്, അതുപോലെ തന്നെ ക്യാൻസർ രോഗികള്, അതുപോലെയുള്ള മറ്റുള്ള മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ എല്ലാവരും ഈ സ്വലാത്ത് പതിവാക്കിക്കോ. രോഗമുള്ളവനും ചൊല്ലിക്കോ, രോഗമില്ലാത്ത ആളുകളുണ്ടല്ലോ അവരും ചൊല്ലിക്കോ. എന്തിനാണെന്നറിയോ? പടച്ചവനെ മാരക രോഗം തന്നെ പരീക്ഷിക്കരുതേ അല്ലാ. കീറി മുറിക്കുന്ന രോഗം എനിക്ക് നൽകല്ലേ അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന രോഗം എനിക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, മരുന്നില്ലാത്ത രോഗം തന്നെ പരീക്ഷിക്കല്ലേ അല്ലാ. എത്ര പേരാ മരുന്നില്ലാത്ത രോഗം തന്നുകൊണ്ട് പടച്ചതമ്പുരാൻ പരീക്ഷിച്ച് എത്ര പേരാ ഉള്ളത്. റഹ്മാനായ റബ്ബേ, അങ്ങനത്തെ ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ ഈ നൂറെ അജ്മീറിലുള്ള ഒരൊറ്റ കുടുംബത്തിനും നീ നൽകല്ലേ അല്ലാ. എന്റെ ഉമ്മമാരെ ഉപ്പമാരെ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കോ, കൂട്ടത്തിൽ ചൊല്ലണേ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രോഗമുള്ളവനും ചൊല്ലണേ, രോഗമില്ലാത്തവനും ചൊല്ലണേ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ, ഖിബിലക്ക് നേരെ തിരിയണേ. എന്നിട്ട് പെണ്ണുങ്ങളെ നിങ്ങളുടെ ഔറത്തുകളെല്ലാം മറക്കണേ, ആണുങ്ങളെ നല്ല വസ്ത്രം ധരിക്കണേ, തലയിൽ ഒരു തൊപ്പിയോ ടവലോ വെക്കണേ. വിശുദ്ധമായ മജ്ലിസിൽ വെള്ളം വെച്ച ആളുകളുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ മന്ദിരിച്ചുകൊണ്ട് ഊതണേ. മാരകമായ രോഗം വരാതിരിക്കാൻ, പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകൾ നമുക്ക് വരാതിരിക്കാൻ ചൊല്ലിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها
ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവരും ഒന്ന് ആമീൻ പറഞ്ഞേ ഉമ്മ. പടച്ചവനെ ഞങ്ങളുടെ സകലമാന രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ആരെയും രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ആരെയും നീ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാഹ്. പടച്ചവനെ കീറി മുറിക്കുന്ന രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ജനങ്ങൾ വെറുക്കുന്ന രോഗം നിന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ കൊറോണ ബാധിച്ചുകൊണ്ട് ഒരുപാട് പേര് വീടുകളിൽ വിശ്രമിക്കുന്നുണ്ട് അല്ലാഹ്. ഒരുപാട് പേര് റഹ്മാനായ റബ്ബേ കൊറോണ കാരണം കുറച്ച് ശ്വാസം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് അല്ലാഹ്. ഈ തിബ്ബ് സ്വലാത്തിന്റെ ഫദ്ല് കാരണമായി റഹ്മാനായ റബ്ബേ അവരുടെ രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വലാത്തിന്റെ ഫദ്ല് കാരണമായി സാധുക്കളായ പാപികളായ ഞങ്ങളുടെ സകല രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ ആഫിയത്ത് തരണേ അല്ലാഹ്. എല്ലാവരും ഒന്ന് ചൊല്ലൂ യാ ഹയ്യോ യാ ഖയ്യൂം 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 യാ ഹയ്യോ യാ ഖയ്യൂം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായ ആമീൻ പറയണേ. എല്ലാവരും ഖിബലക്ക് നേരെ തിരിഞ്ഞു നിൽക്കണേ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആമീൻ പറയണേ. ഇത് ദുആയുടെ മജ്ലിസാണ്. ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ആളുകൾ വന്ന മജ്ലിസാണ്. ഓരോരുത്തർക്കും അവനവന്റെ പ്രയാസങ്ങൾ എണ്ണി എണ്ണി പറയാനുള്ള മജ്ലിസാണ്. അതുകൊണ്ട് മനസ്സൊന്ന് അല്ലാഹുവിലേക്ക് തുറന്നു വെച്ചുകൊണ്ടാണ് ദുആയിലേക്ക് കടക്കേണ്ടത്. മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറണം. അതിനാണല്ലോ ദുആ ചെയ്യുന്നതിന്റെ മുമ്പായി നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നത്. അതിനാണ് നമ്മൾ ദിക്ർ ദുആ നടത്തുന്നത്. നമ്മുടെ ദുആ അല്ലാഹുവിലേക്ക് ആവാൻ, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ. ദുആ എന്ന് പറഞ്ഞ എരക്കലാണ്, എരക്കലാണ്, എരക്കലാണ്. യാചിക്കുകയാണ്, യാചിക്കുകയാണ്, യാചിക്കുകയാണ് ഇലാഹായ തമ്പുരാനോട്. തമ്പുരാനോട് എരക്കുകയാണ്. അതിനു മുമ്പ് നാം അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കണം. അല്ലാഹു മനസ്സ് മുഴുവനും അല്ലാഹ് അല്ലാഹ്
അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് തന്നെ മനസ്സൊഴിഞ്ഞ് എല്ലാ ചിന്തകളിൽ നിന്നും മാറി നിന്ന് ഇലാഹായ തമ്പുരാനോടാ നമ്മൾ യാചിക്കുന്നത്, റഹ്മാനായ റബ്ബിനോടാ നമ്മൾ ഇരക്കുന്നത്. നമ്മുടെ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് പറയണം, നമ്മുടെ രോഗവിഷയം നമ്മുടെ റബ്ബിനോട് നമുക്ക് പറയണം. നമ്മുടെ കടത്തിന്റെ വിഷയമുണ്ടല്ലോ, നമ്മുടെ ഇലാഹായ റബ്ബിനോട് നമുക്ക് പറയണം. നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് നമുക്ക് പറയണം. ഒരുപാട് പേര് ഈ സമയത്തില് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ മജ്‌ലിസിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ നമുക്കും ഒരു കണ്ണിയാകണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത്. റഹ്മാനായ അല്ലാഹ്, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, കുർസിയുടെ ഉടമസ്ഥനായ അല്ലാഹ്. എല്ലാവരും അല്ലാഹ് 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 എന്ന് പറയും. റഹ്മാനായ അല്ലാഹ്, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ലൗഹിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഖലമിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, തൗറാത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഇഞ്ചീലിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഖുർആനിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. സാധുക്കളായ പാപികളായ ഞങ്ങളിതാ നിന്നിലേക്ക് കൈമലർത്തിയിരിക്കുന്നു റബ്ബേ. ഈ വിശുദ്ധമായ ദിവസത്തില് തിങ്കളാഴ്ച രാവിലെ തിബ്ബുസ്സലാത്ത് ചൊല്ലിയിട്ട് റഹ്മാനായ റബ്ബേ നിന്നിലേക്ക് ഇതാ ഞങ്ങൾ കൈമലർത്തിയിരിക്കുന്നു റബ്ബേ. നീ ഞങ്ങളെ ദുആഇനെ നീ തട്ടിക്കളയരുതേ അല്ലാഹ്. പടച്ചവനെ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ. ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ സകല പാപങ്ങളും ഓർക്ക്, സകല പാപങ്ങൾ ഓർക്ക്. പടച്ചവൻ ഒരുപാട് ഹറാമുകൾ കണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് ഹറാമുകൾ കേട്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ നീ പൊറുക്കണേ അല്ലാ. പടച്ചവനെ നീ മാഫാക്കണേ അല്ലാ. പടച്ചവനെ നീ പൊറുത്തു തരണേ റബ്ബേ. ഇനി മേലിൽ ഞങ്ങൾ തെറ്റുകൾ ചെയ്യില്ല അല്ലാ. പടച്ചവനെ ഞങ്ങൾ തെറ്റുകൾ ചെയ്യൂല റബ്ബേ. അല്ലാഹുവേ നീ പൊറുത്തു തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ റബ്ബേ. ദയാലുവായ റബ്ബേ, കൃപയുള്ള റബ്ബേ, കരുണയുള്ള റബ്ബേ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം മഹാന്മാരെ കറാമത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാ. ഈ റഹ്മാനായ അല്ലാ പൊറുക്കണേ അല്ലാ. പടച്ചവനെ ഇനിയുള്ള കാലം ധാരാളം അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ ധാരാളം അമലുകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. തഹജ്ജുദ് നിസ്കരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ളുഹാ നിസ്കരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പടച്ചവനെ വിത്ർ നിസ്കരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പടച്ചവനെ നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന നല്ലവരായ ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ പാപികളായ ഞങ്ങളെ നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ ഒരുപാട് പേര് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. കാലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. പടച്ചവനെ, ഹാർട്ടിന്റെ അസുഖം കാരണമായി പ്രയാസപ്പെടുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. റഹ്മാനായ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണേ, ഖിബിലക്ക് നേരെ തിരിയണേ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പറയണേ,
രോഗങ്ങളെല്ലാം മനസ്സിൽ വെക്കുകയും പടച്ചവൻ എനിക്കൊരു രോഗവും തരരുത് എന്നുള്ള നിയത്തോടുകൂടെയും യാ ഹയ്യോ യാ ഖയ്യൂം 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 يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ രോഗം തന്ന് പരീക്ഷിക്കരുതേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ജനങ്ങൾ വെറുക്കുന്ന രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ജനങ്ങൾ വെറുക്കുന്ന രോഗവും നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ സാധുക്കളായ പാപികളായ ഞങ്ങളെ മാരകമായ രോഗം നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ സാധുക്കളായ ഞങ്ങളെ രോഗികളായി ഒരു കട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ ശീലക്കഷ്ടം പോലെ കിടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ മാനസിക രോഗം നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഇന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്തേക്ക് കടന്നു വന്ന ആ കുടുംബത്തിലുള്ള ആ മാനസിക രോഗിയുടെ രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ സഹോദരിയുടെ രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ സഹോദരിയുടെ രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ ഇശാഖ് ജമാഅത്തായി നിസ്കരിച്ച നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി പുറത്തതാ ഒരാള് കാത്തു നിൽക്കുകയാണ്. എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോ നൂറെ അജ്മീർ കാണുന്ന കുടുംബമാണ്. കൊറോണ ബാധിച്ചുകൊണ്ട് കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹ് അവരുടെ രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ സാധുക്കളായ പാപികളായ ഞങ്ങളെ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കൊറോണയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ പലരും കടം കൊണ്ട് വിഷമിക്കുന്നവരാണ് അല്ലാഹ്. എത്ര പേരാ ഉള്ളത് കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകള്? റഹ്മാനായ റബ്ബേ കടം തന്നവൻ നീയാണല്ലോ, അത് വീട്ടുവാൻ നിനക്ക് കഴിയുമല്ലോ റബ്ബേ. നിന്നെക്കാൾ കഴിവുള്ള വേറെ ഒരാളും ഇല്ലല്ലോ തമ്പുരാനെ. നിന്റെ ഖജനാവിൽ എടുത്താ തീരാത്ത മുതലുണ്ടല്ലോ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ നീ ഒരു കടക്കാരനായി ജീവിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ ഒരു കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, കടം അനുഭവിച്ചുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്മാർ അവർ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ ആദ്യം അവരോട് ചോദിക്കുന്ന വിഷയവും കടത്തിനെ സംബന്ധിച്ചാണ്. രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാഹ്. എല്ലാവരും റബ്ബിനോട് താണ് കേണുകൊണ്ട് പറയണേ, യാ ലത്തീഫു യാ അല്ലാഹ്. എന്റെ കടം കൊണ്ട് വിഷമിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും കേൾക്കേണ്ടത് യാ ലത്തീഫു യാ അല്ലാഹ് എന്നുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രധാനമായ ദിക്റുണ്ടല്ലോ. ഈ ദിക്റെങ്ങാനും ഒരു മനുഷ്യൻ എല്ലാ ദിവസത്തിലും 129 തവണ പാരായണം ചെയ്ത നൂറെ അജ്മീറിലുള്ള കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, 129 തവണ യാ ലത്തീഫ് യാ അല്ലാഹ് എന്നാരെങ്കിലും ഒരാള് എല്ലാ ദിവസത്തിലും ഒഴിഞ്ഞു പോകാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ കടങ്ങളുണ്ടല്ലോ ഇലാഹായ തമ്പുരാൻ അങ്ങ് വീട്ടി കൊടുക്കുന്നതാണ്. എത്ര വലിയ കടക്കാരനാണെങ്കിൽ പോലും അവരുടെ കടം അല്ലാഹു വീട്ടി കൊടുക്കുന്നതാണ്. റഹ്മാനായ റബ്ബിന്റെ ഖജനാവുണ്ടല്ലോ, നിറഞ്ഞു നിൽക്കുന്ന ഖജനാവാണ്. അതിൽ നിന്ന് എടുത്താലും ഒരിക്കലും തീരുകയില്ല. ആ ഖജനാവിന്റെ ഉടമസ്ഥനായ അല്ലാഹ് ഈ നൂറെ അജ്മീറിൽ കടം കൊണ്ട് വിഷമിച്ചുകൊണ്ട് ആരെല്ലാം കൈ ഉയർത്തുന്നുണ്ടോ എല്ലാവരുടെയും കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാഹ്. അത് വീട്ടുവാനുള്ള ഹലാലായ മാർഗം റഹ്മാനായ റബ്ബേ സാധുക്കളായി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാഹ്.
ഞങ്ങൾക്കും ഞങ്ങളുടെ അനുജന്മാർ, ഞങ്ങളുടെ ജേട്ടന്മാർ, ഞങ്ങളുടെ പെങ്ങന്മാർ, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ ഉമ്മമാർ, എല്ലാവരുടെയും കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ. എല്ലാവരുടെയും കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ. യാ ലത്തീഫു യാ അല്ലാഹ്.